ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. ഞങ്ങൾ ലേറ്റ് ആയിട്ടൊന്നുമില്ല, എന്നാലും ഞങ്ങൾ വേഗം പാക്ക് വെച്ചിട്ട് ഇറങ്ങണം. വണ്ടി വരുന്നേറ്റും മുന്നേ ഞങ്ങൾ എത്തണം. അതിൻ്റെ പ്ലാനാണ്. ഞങ്ങൾ തുടങ്ങി. നീ ഇവിടെ സൈഡ് ഞങ്ങൾ 2 കുട്ടീസിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. ഒരു കഷ്ണം അച്ചായി കൊടുക്കും, ഒരു കഷ്ണം ഉണ്ണി കഴിക്കും. അപ്പോൾ ഞങ്ങൾ വേഗം ദേവട്ടി ഉണ്ണീനെ കുമ്പളങ്ങ ആ അച്ഛൻ ഓക്കെ ദേവട്ടി എനിക്ക് തീർക്കും. അത് ഞങ്ങളുടെ പ്ലാനാണത്. ഇത് കൂട്ടി കഴിച്ചാൽ അത് മസാല പോലെ ഓക്കെ പറയും. എന്താണ് മഴ ഉണ്ട് അവിടെ? ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്. എന്തേ ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഒരു കൈ ഭക്ഷണം കഴിക്കുക, ഒരു കൈ. എന്നാലും ചെറിയ മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏട്ടാ എന്താണ് ലക്ഷണങ്ങൾ? ദേവട്ടിക്ക് നല്ല അലർജി ഉണ്ട്. എന്താ വെച്ചാൽ ഭക്ഷണം കൊടുക്കുമ്പോൾ മുടി കിട്ടരുത്, ഭക്ഷണം കൊടുക്കുമ്പോൾ പൗഡർ ഇടരുത് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ദേവട്ടി ഇതൊക്കെ ചെയ്യാൻ വരുമ്പോഴേക്കും വേഗം തീർക്കാനുള്ള പ്ലാനാണ് ഞങ്ങളുടെ അടുത്ത്. ഇങ്ങനെയൊക്കെ ദേവട്ടി വരുമ്പോഴേക്കും ഞങ്ങൾ തീർത്തു. ഞങ്ങളതിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഇതുപോലെ സന്തോഷം എന്താ കുറുമ്പ് ഇത്. ഉണ്ണി കറിയും ചാറ് മാത്രം മതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്മ ചാറ് മാത്രം മതി എന്ന്, കഷ്ണങ്ങളൊന്നും കഴിക്കുന്നില്ല. സൂപ്പർ കുട്ടിയാണ്. പ്ലാനാണല്ലോ. എന്താണ് എല്ലായിടത്തും വിശേഷം? കാലത്ത് എന്താണ് ഇന്ന് കഴിച്ചിരിക്കുന്നത് എല്ലാവരും? ദോശ, സാമ്പാർ ഞങ്ങൾ കഴിക്കുമ്പോൾ മസാല ദോശ ഉരുളങ്കിഴങ്ങൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി ചാറ് മാത്രം മതി എന്നൊക്കെ പറയുന്നത്. ഓരോ ദിവസം ഓരോ സ്വഭാവം. കുറുമ്പുട്ടിയാണ്. ഇന്നലെ ഞങ്ങൾ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗുരുവായിരുന്നു. പക്ഷെ മാങ്ങയ്ക്ക് 2 ഇള്ളയിൽ ഇത് കാണിക്കല്ലേ ചേട്ടി പറഞ്ഞ് പറഞ്ഞാൽ ഇള്ളയിൽ ഇവിടെ ഇരുന്നോ. ഇള്ളയിൽ 2 മാങ്ങ, വലിയ 2 മാങ്ങയും ചീച്ചിട്ടുണ്ട്. 3 കിലോ മാങ്ങ 100 വാങ്ങിയത്. പക്ഷെ ബാക്കിയുള്ള മാങ്ങ വലിയ കുഴപ്പമില്ല. ചെറിയൊരു പുളിയുണ്ട് കേട്ടോ. കുറച്ചേനെ കഴിച്ചുള്ളൂ. വേണമെന്നൊക്കെ പറഞ്ഞ് ചോറൊന്നും തിന്നില്ല. എന്നിട്ട് ചെറിയ കഷ്ണം കഴിച്ച് നിർത്തി. ഇന്ന് സ്വത്താര പേരക്കേ ചോദിച്ചത്. ദേവട്ടി വന്നു. അമ്മ ചാറ് വരട്ടെ. ദേവട്ടി വന്നു. അച്ഛമ്മോടും അമ്മോട് വെച്ച് അച്ഛമ്മ പറഞ്ഞിക്ക് 2 കയ്യ ദൈവം തന്നിട്ടുണ്ടോ? ഇങ്ങനെ കാണാനായിട്ട് വീഡിയോയിലേ നേരെ കള്ളയിൽ കഴിച്ചുകൊണ്ട് വർത്താനം പറയും. തരി സാമ്പാറിന്റെ ചാറ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയി. വേണ്ട ചാറ് മാത്രം മതി. ഇത്ര സൈഡിൽ വെച്ചാൽ മതി നിർത്തിക്കോ. ഇനി ഒരു ദോശ എടുക്കാൻ പറയട്ടെ? 1 ദോശ കൂടെ നോട്ടെ തേട്ടി വരുമ്പോ. സൂപ്പർ കുട്ടർ പോലെ വേമയും കഴിച്ചോ. അപ്പൊ നമുക്ക് തേട്ടി വരുമ്പോഴേക്കും തേട്ടി വന്നു കേട്ടാ. നമ്മളന്ന് ലേറ്റ് ആയിരുന്നു. എന്താ കള്ള കുട്ടിയത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ബുക്കൊക്കെ എടുത്തേക്കാണ് ദൈവം എടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കൊണ്ടുപോയിക്കാട്ടാ. ഓക്കെ, ഈ ടേബിള് ഫുഡ് കഴിക്കാനുള്ളതാണ്. ഓക്കെ, ഉണ്ട് ചൊത്താരക്ക് ഇതായി തന്നെ ഭക്ഷണം. ഇന്നെന്താണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ്? അച്ചായി വലിയ ആളായതുകൊണ്ട് അച്ചായി വലിയ വായിക്ക് തരും. ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാൻ ചെറിയ വായി എടുക്കും. ഉണ്ണിക്കുള്ള ചെറിയ കഷ്ണം വെച്ചു. എന്താണ് ആരൊന്നും ഉണ്ടാക്കുന്നത്? ലൈവ് അല്ലല്ലോ അല്ലേ ചന്ദ്രമേ? നോർമൽ വീഡിയോ അല്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ വയ്ക്കുമ്പോൾ ലൈവ് പോലെ തോന്നും. CEO നിയമനം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ സുന്ദരമണി എണീച്ച് ഞങ്ങൾ 2 ദേവട്ടി ആദ്യം കുളിച്ച്
പിന്നെ ഞാൻ കുളിച്ചു, പിന്നെ സുന്ദരിമണി കുളിച്ചു, പിന്നെ 2 കുട്ടീസൊക്കെ വേഗം റെഡിയായി വന്നു. നമ്മൾ ലേറ്റ് ആവരുത്, ദേവട്ടി വരണേറ്റ് മുന്നേ നമ്മൾ കഴിയാറുള്ളതാ. ദേവട്ടി പറയും നിങ്ങളാണ് നേരം വഹിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി ശരി, അതിൻ്റെ ഒരു പ്ലാൻ. ദോശക്ക് ഇനി കോഴിമുട്ടേൻ്റെ എൻ്റെ കുട്ടി കഴിക്കുള്ളൂ. അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, ഞങ്ങൾ ദോശയിൽ മുട്ട വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ ചൂടറിയില്ല, അത് ചൂടറിയില്ല പിന്നെ ഉണ്ണി മാത്രം. അല്ല, മുട്ട വെള്ളം മാത്രം. എങ്ങനെയുണ്ട് എഗ്ഗ് മസാല ദോശ? അതാണ് ഞങ്ങളിപ്പോൾ സെറ്റാക്കുന്നത്. ചൂടില്ലല്ലോ, അതാണ് ഞങ്ങളുടെ പ്ലാനാണ്. ഞങ്ങളെ ക്ഷീണമുണ്ടാ ഗൈസ്? ഭയങ്കര കൈ വേദന ഉണ്ട്, വലത്തെ കൈ ഭയങ്കര വേദന. ഇന്നലെ വരുന്ന നേരത്തെ ഒരു 3 മണിക്കൂർ ഇവിടെ ഇറക്കി, കെട്ടായിട്ട് ഇറക്കി. കൈ നല്ല വേദന, ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഇറക്കണം. വണ്ടി ഓടിക്കണ ചേട്ടൻ 3 നാളൊക്കെയാണ്. മുട്ട പറഞ്ഞാൽ എല്ലാവരും അറിയുന്നു. സുന്ദരിമണിക്ക് നല്ല സ്കൂളിൽ ഓടി കളിച്ചിട്ടൊക്കെ കാലുവേദനയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അച്ഛൻ, ഞാൻ കുറേ നേരം വീഞ്ഞെടുത്തു, അതെൻ്റെ അച്ഛൻ വീഞ്ഞെടുത്തു. പറഞ്ഞാൽ മതി, എല്ലാവരും അറിയുമ്പോൾ എല്ലാവരും. നമുക്ക് എഗ്ഗ് മസാല ദോശ, ഞങ്ങൾ എഗ്ഗ് മസാല ദോശ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങളതാണ് കഴിക്കാൻ പോകുന്നത്. ഫുള്ളെടുത്തോ? ദേവട്ടി പിന്നെ ഇവിടെ നടക്കുന്നുണ്ടോ? ഒന്നും ചൂടൊക്കെ കഴിഞ്ഞു 2 കടിയുള്ളൂ ഞങ്ങൾക്ക്. ദേവട്ടി സെറ്റാകുമ്പോഴേക്കും ഞങ്ങൾ റെഡിയാവും. ബാഗിൽ ബുക്കൊക്കെ വെച്ച് വെള്ളം കുപ്പിയൊക്കെ വെച്ച് ബാഗ് സെറ്റാക്കിക്കോ. തലടിക്കല്ലേ, കുറുമ്പൂട്ടിയ സ്വഭാവം കാണിക്കല്ലേ. ഉണ്ണിയുടെ തലയുടെ വലിയ ഉണ്ണിയുടെ ചോറ്റും മാത്രം പൊതിഞ്ഞു കൊണ്ടുപോകാൻ ഞങ്ങൾ വാങ്ങി 2 വലിയ ടവലാണ്. ഒരു ടവലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അടുത്ത ടവല് ഉണക്കാണ്. കണിക്ക് കഴിഞ്ഞു. ഫുള്ളെടുക്ക്. എന്താ കുറുമ്പോ, നേരം വൈകൂട്ടാ. ദേവട്ടി വെള്ളാക്കണ സൗണ്ടാണ് കേൾക്കുന്നത് ഉണ്ണിക്ക്. കഴിക്ക് നേരെ. ഉണ്ണിക്ക് പപ്പടം വെച്ചിട്ടുണ്ട്. കുറുമ്പ് അത് വിട്ട് കഴിക്ക് മുന്നേ നേരെ. അമ്മ ഉണ്ണിക്ക് വെള്ളം അനിയക്കാട് അച്ഛൻ കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കേട്ടി ഈ അച്ഛ തരില്ല ഉണ്ണിയെ. ഇത് കഴിഞ്ഞു. ആ ശരി. ഉണ്ണി ദോശ കഴിക്കൽ നിർത്തി, മുട്ടയുടെ വെള്ളം മാത്രമല്ലോ. അത് കഴിച്ച് കഴിഞ്ഞ് എൻ്റെ കുട്ടി കൈയായിട്ട് വരും. ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പോ. എന്തായാലും പറയേ, ഈ ഒരു മുട്ടയാണ് കഴിച്ച് എൻ്റെ കുട്ടിയെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ദേവട്ടി ഇന്ന് ലൈവിലൊന്നും വീഡിയോയിലൊന്നും മിണ്ടിയിട്ടില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്താ പറയുക, സുന്ദരിമണിക്ക് കാലുവേദന, അച്ചായിക്ക് കൈ വേദന. പക്ഷെ എന്നാലും ദേവട്ടി എല്ലാം സെറ്റാകുമെങ്കിൽ ഞങ്ങളും സെറ്റായി. ബായ്.